ഫ്രണ്ട്സ്, Q3 റിസൾട്ട്സിലെ ഞാൻ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന 5 സ്റ്റോക്കുകളുടെ ഡീറ്റെയിലാണ് ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കണം, ഈ വീഡിയോ അബ്സലൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ വീഡിയോ. ഈ സ്റ്റോക്കുകൾ നിങ്ങൾക്കൊരു ലേണിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളുടെ മൊമെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും. റിസൾട്ട് വരുമ്പോൾ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നമുക്കറിയില്ല. പ്ലസ് ആയാലും മൈനസ് ആയാലും ഈ സ്റ്റോക്കുകൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു സ്റ്റഡി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. റിസൾട്ട് വന്നുകൊണ്ട് മാത്രം എല്ലാ സ്റ്റോക്കും കയറില്ല. ചില സ്റ്റോക്കുകൾ കാണിക്കാൻ സർട്ടൻ ബിഹേവിയർ പാറ്റേൺസ് ഉണ്ട്. ആ സ്റ്റോക്കുകൾ മാത്രമേ കയറാറുള്ളൂ. അത് വലിയൊരു ക്രിട്ടിക്കൽ ഫാക്ടറാണ് സ്റ്റോക്ക് സെലക്ഷൻ. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. എനിക്ക് റീസെൻ്റായിട്ട് ഒരു 3 നമ്മുടെ യൂട്യൂബ് ഫോളോവേഴ്സിൻ്റെ തന്നെ 3 മെയിൽ വന്നു. 3 ഏകദേശം ഒരേ കണ്ടൻറ്റാണ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നുള്ളത് അതോ അല്ലാത്തതാണോ എന്നുള്ളത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സജഷനും ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ബെസ്റ്റാണ്. ഇൻട്രാഡേ ആണെങ്കിലും ഷോർട്ട് ടൈം സ്വിംഗ് ആണെങ്കിലും ലോങ് ടൈം ആണെങ്കിലും ഓക്കെ, ഒന്നും മോശമല്ല. നമ്മൾ ആ പർട്ടിക്കുലർ ട്രേഡുമായിട്ട് ഫിറ്റിനാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരാൾക്കൊരു 10 ലക്ഷം രൂപ കയ്യിലുണ്ട്, അദ്ദേഹത്തിൻ്റെ 10 കൊല്ലം കഴിഞ്ഞ് മതിയെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഈ ക്യാൻ ലുക്ക് ഫോർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, ശരിക്കും. അല്ല, വേറെ ആൾ കയ്യിലൊരു 10 ലക്ഷം രൂപയുണ്ട്, അത് 6 മാസത്തേക്ക് അത് മാറ്റിവെക്കാൻ സാധിക്കത്തുള്ളതെന്ന് വെച്ചാലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്ന റിസ്ക്കാണ് ശരിക്കും. അതിൻ്റെ ആയിട്ട് റിസ്ക് ഫാക്ടർ കൂടുതലുണ്ട്. സോ ടൈം ഒരു ഫാക്ടറാണ്, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് വേറെ ഫാക്ടറാണ്, എത്ര നാളേക്ക് ഫണ്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഐഡിയലായിട്ട് വെക്കുക എന്നുള്ളൊരു ഫാക്ടറാണ്. ദെൻ സ്റ്റോക്ക് പിക്ക് ഒരു ക്രൈറ്റീരിയയാണ്. ഐ ആം നോട്ട് എ ലോങ് ടൈം ഇൻവെസ്റ്റർ. എൻ്റെ ട്രേഡിംഗ് സൈക്കോളജി അല്ലെങ്കിൽ എൻ്റെ ട്രേഡിംഗ് ലാൻഡ്സ്കേപ്പ് യൂഷ്വലി ബേസ്ഡ് ഓൺ ഒരു 3 to 6 months സ്വിംഗ് ആയിരുന്നു കോവിഡിൻ്റെ സമയത്ത്. കോവിഡ് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് ഡൈനാമിക്സ് കണ്ടമാനം മാറി. ഞാൻ ഈ 3 months അല്ലെങ്കിൽ 6 months സ്വിംഗ് എന്നുള്ള കൺസെപ്റ്റിനെ ഞാൻ 21 daysയിലേക്ക് മാറ്റി. ദാറ്റ് മീൻസ് എൻട്രി ബേസ്ഡ് ഓൺ ദി റിസൾട്ട്, എക്സിറ്റ് വിത്തിൻ 21 days, സെയിം ക്വാർട്ടറിൽ എക്സിറ്റ് ചെയ്യുക ആണ് എൻ്റെ ഇപ്പോഴത്തെ ഫിലോസഫി. പക്ഷേ ഒരു 3 to 6 months സ്വിംഗ് ട്രേഡിനെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് മാറ്റാനായിട്ട് ഞാൻ 1.5 കൊല്ലം കഷ്ടപ്പെട്ടു ശരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിലോസഫി ടോട്ടൽ ചേഞ്ചാണ്, മെത്തേഡ് ടോട്ടൽ ചേഞ്ചാണ്, നമ്മുടെ ഹോൾ അനാലിസിസ് ടോട്ടലി ചേഞ്ചാണ്. ശരി, നിങ്ങൾ ശ്രദ്ധിക്കണം, സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് റിട്ടേൺ തരുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രൈസ് ഇറോഷൻ സംഭവിക്കുന്നതുമായിട്ടുള്ള കാറ്റഗറി. നിങ്ങളുടെ പിക്ക് പക്കയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദി ബെസ്റ്റ് റിട്ടേൺ. ദാറ്റ് മീൻസ് 21 days ട്രേഡ്. അല്ല, നിങ്ങളുടെ പിക്ക് മോശമാണെങ്കിൽ പ്രൈസ് ഇറോഷൻ സംഭവിക്കാനായിട്ട് ഏതാനും നാളുകൾ മതി. ഹ്യൂജ് പ്രൈസ് ഇറോഷൻ സംഭവിക്കും. 2 എക്സാമ്പിൾ പറയാം. Q1 റിസൾട്ടിലെ Q2 വന്നപ്പോൾ രാജ് രത്തൻ ഗ്ലോബൽ YS എന്ന് പറയുന്ന കമ്പനി ബ്യൂട്ടിഫുൾ റിസൾട്ടാണ് വന്നത്. Q2 64% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് കൊടുത്തത്. ദാറ്റ് മീൻസ് അവർ പീരീഡ് ഓഫ് ജസ്റ്റ് 2 months. Q2 റിസൾട്ട് Q3 വന്നപ്പോൾ റിസൾട്ട് മോശമായി. സ്റ്റോക്ക് ഇഫ് ഐ എം കറക്റ്റ് 1469 നിന്ന് തിരിച്ച് 800 രൂപയിലേക്ക് സ്റ്റോക്ക് താഴെ പോയി. ഈ 1469 എന്ന് പറയുന്ന റേറ്റിലേക്ക് മേടിച്ച ധാരാളം ആൾക്കാരുണ്ട്. അവരൊക്കെ സ്റ്റോക്കിൽ പെട്ടുപോയി ശരിക്കും. Eqtfx വേറെ എക്സാമ്പിളാണ്. Q1 റിസൾട്ട് Q2 വന്നപ്പോൾ ബെസ്റ്റ് റിസൾട്ടായിരുന്നു. 43% റിട്ടേണാണ് കൊടുത്തത് ഓവർ എ പീരീഡ് ഓഫ് 1 month. Q2 റിസൾട്ട് Q3 വന്നപ്പം റിസൾട്ട് മോശമാക്കിയായി. സ്റ്റോക്ക് ഭയങ്കരമായിട്ട് ലാർജ്ലി കറക്റ്റഡ് ആക്ച്വലി. ഇഫ് ഐ എം കറക്റ്റ് 750 760 സ്റ്റോക്ക് ടച്ച് സംതിങ് അറൗണ്ട് 520 530. അതുപോലെ തന്നെ ഈക്വലി ഇറ്റ് ഗീവ്സ് ഫാൻറ്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി. KMEW എന്ന് പറയുന്ന മൈക്രോ ക്യാപ്പ്, അത് ജൂലൈ മാസം 25 മൺഡേ അത് 357 പോയി. അവിടുന്ന് വിത്തിൻ എ സ്പാൻ ഓഫ് ജസ്റ്റ് 2 weeks ഇറ്റ് ടച്ച് മോർ ദാൻ 530 തിരിച്ചു വന്നു. പുൾ ബാക്ക് വന്നിട്ട് 4 hours പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്തു. മൊമെൻറ്റം സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് 4 hours കംപ്ലീറ്റ് ചെയ്യും. 4 hours കംപ്ലീറ്റ് ചെയ്ത ഫിഗർ 469 ആണ്. അവിടുന്ന് ആഡർ 1 month 760 എത്തി. ഇന്നത്തെ ട്രേഡ് പ്രൈസ് വന്നിട്ട് 1200 രൂപയാണ്. ഓവർ എ പീരീഡ് ഓഫ് 3 months റിട്ടേൺ വാസ് സംതിങ് അറൗണ്ട് 300 times. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന 5 സ്റ്റോക്കും സ്മോൾ ക്യാപ്പാണ്. ബിക്കോസ് മൈ സ്പെഷ്യലൈസേഷൻ ഈസ് 21 days ട്രേഡ്, ഷോർട്ട് ടൈം ട്രേഡാണ്. സെയിം ക്വാർട്ടറിൽ എൻട്രി ചെയ്യുക, സെയിം ക്വാർട്ടറിൽ എക്സിറ്റ് ചെയ്യുക, ഓൺലി ഇൻ സ്മോൾ ക്യാപ്പ്, നത്തിങ് ബിയോണ്ട് ദാറ്റ്. അതിന് ഭയങ്കരമായിട്ട് സ്ട്രെയിനുണ്ട്, പെയിനുണ്ട്. കാര്യം റിസൾട്ട് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ റിസൾട്ട് സീസണിൽ 10 days കഴിഞ്ഞാൽ പിന്നുള്ളൊരു 3 weeks നോ സ്ലീപ്പ് അറ്റ് ആൾ. കാര്യം ഓരോ ദിവസം 200-300 കമ്പനികളുടെ റിസൾട്ടാണ് വരുന്നത്. നമുക്ക് ഓരോ റിസൾട്ടും നമ്മൾ ഇൻഡിവിജ്വലി അനലൈസ് ചെയ്യണമെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല പ്രാക്ടിക്കലി. പക്ഷേ ആ എഫർട്ടിനുണ്ടല്ലോ, ദാറ്റ് വിൽ ഗീവ് ഫാൻറ്റാസ്റ്റിക് റിസൾട്ട് 1 മാസം 2 മാസം കൊണ്ട്. അതാണ് എഫർട്ടിൻ്റെ ഏറ്റവും വലിയ എന്താ പറയണ്ടേ, ആ ഫുൾഫിൽമെൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്ന സംഗതി.
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ട്രേഡിംഗ് ലാൻഡ്സ്കേപ്പ് ഏതുമായിട്ടാണ് ഫിറ്റ് ഇനായിരിക്കുന്നത്. വെദർ ഇറ്റ് ഈസ് ലോങ് ടൈം, വെദർ ഇറ്റ് ഈസ് ഷോർട്ട് ടൈം, വെദർ ഇറ്റ് ഈസ് ഞാൻ ഈ പറഞ്ഞ ഷോർട്ട് സ്വിംഗ് ട്രേഡ്, വെദർ ഇറ്റ് ഈസ് ഇൻട്രാഡേ. നിങ്ങൾ അതിൻ്റെ അകത്ത് എക്സൽ ചെയ്യുക, അതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യുക, അതിൻ്റെ അകത്ത് സ്പെഷ്യലൈസ് ചെയ്യുക. ഫസ്റ്റ് കമ്പനി ഫെയിം ഇൻഡസ്ട്രീസ്. അതിൻ്റെ ഡീറ്റെയിൽ ആണ്. കമ്പനി ഒരു ലീഡിംഗ് മാനുഫാക്ചറാണ്. ഓട്ടോമാറ്റിക് ലൈറ്റിൻ്റെയും സിഗ്നൽസിൻ്റെയും സിഗ്നൽ എക്യുപ്മെൻസിൻ്റെയും ആൻഡ് റിയർ വ്യൂസിൻ്റെയും 2 വീലർ ആൻഡ് 4 വീലർ സെഗ്മെൻറ്റ്സിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ച് 2 വീലേഴ്സിൽ ഈ കമ്പനിക്ക് അറൌണ്ട് 30% മാർക്കറ്റ് ഷെയർ ഉണ്ട്. സ്റ്റോക്കിന്റെ മൂവ്മെന്റ് കഴിഞ്ഞ ജാനുവരി 3, 2022 1139 ആയിരുന്നു. ആ സ്റ്റോക്ക് കഴിഞ്ഞ കൊല്ലം തന്നെ 2087 ഹൈ ഹിറ്റ് ചെയ്തു ശരിക്കും. സോ സ്റ്റോക്ക് എത്ര % റിട്ടേൺ കൊടുത്തു? സംതിങ് അറൌണ്ട് 90% റിട്ടേൺ കൊടുത്തു. സ്മോൾ ക്യാപ്പ് ആണ്. മാർക്കറ്റ് ക്യാപ്പ് 2000 കോടിയേ ഉള്ളൂ. സ്റ്റോക്കിന്റെ PE 17.2 ഉള്ളൂ. ആൻഡ് സ്റ്റോക്കിന്റെ ഇൻഡസ്ട്രി PE എന്ന് പറയുന്നത് 25 against 25. സ്റ്റോക്കിന്റെ PE 17 ഉള്ളൂ. അണ്ടർ വാല്യൂഡ് ആണ് സ്റ്റോക്ക്. ആൻഡ് എക്സലന്റ് ROCE 20.6 ആൻഡ് 15.5. ഫെന്റാസ്റ്റിക് ക്വാർട്ടർ ഗ്രോത്ത് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ഗിവൻ ഇൻ PR അക്കൗണ്ടിൽ കഴിഞ്ഞ കൊല്ലത്തെ പീരീഡ് നോക്കാൻ നേരത്ത് ഇറ്റ് ഹാസ് ഗിവൻ മാസീവ് ഗ്രോത്ത് ഓൾസോ ഇൻ ഫാക്ട്. ഇതുകൊണ്ട് തന്നെ ഈ കമ്പനി ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എങ്ങനെ ആയിരിക്കും Q3 റിസൾട്ട് വരുന്നത് എന്നുള്ളത്. ഫെയിം ഇൻഡസ്ട്രീസിന്റെ ക്ലയൻസിന്റെ ഡീറ്റെയിൽ ആണിത്. എല്ലാ ടോപ്പ് കമ്പനിയും ഉണ്ട്, മനസ്സിലാവും. ക്ലയന്റ് ഡേറ്റിൽ കിട്ടിയ കമ്പനിയുടെ സ്റ്റാൻഡേർഡിനെ കുറിച്ച്, കമ്പനിയുടെ ഡെപ്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് ശരിക്കും. 2 വീലേഴ്സ് ഏതെല്ലാം കമ്പനിയുണ്ട്? നേരത്തെ കാണിച്ച 4 വീലേഴ്സ് ആണ്. ഒരുമാതിരി എല്ലാ കമ്പനിക്കും സപ്ലൈ ചെയ്യുന്ന വൺ ഓഫ് ദി മെയിൻ കമ്പനിയാണ് ഫെയിം ഇൻഡസ്ട്രീസ്. ഓറിയൻ പ്രോ എന്നുള്ള കമ്പനിയാണ് അടുത്ത കമ്പനി. ഇത് ബേസിക്കലി IT സെഗ്മെന്റിലെ കമ്പനിയാണ്. IT സെഗ്മെന്റ് തന്നെ താഴെയാണ്. പക്ഷേ ഈ കമ്പനിയുടെ പെർഫോമൻസിനെ IT സെഗ്മെന്റിന്റെ ഒരു ഡ്രോബാക്ക്, IT സെഗ്മെന്റിന്റെ ഫാള് അല്പം പോലും ബാധിച്ചിട്ടില്ല. ബേസിക്കലി ദേ ആർ സപ്പോർട്ടിംഗ് ദി ബാങ്ക്സ്. ആക്ച്വലി ഇവരുടെ ക്ലയന്റിലെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ക്ലയന്റിലെ നോക്കാം, ശ്രദ്ധിക്കണം. ഈ കമ്പനി കഴിഞ്ഞ കൊല്ലം ജാനുവരി 3 310 ആയിരുന്നു. അവിടെ 477 ഹിറ്റ് ചെയ്തു. കമ്പനി സംതിങ് അറൌണ്ട് 50-60% റിട്ടേൺ കൊടുത്തത്. See the clientele actually. Almost all the banks in the world ആണുള്ളത്, മനസ്സിലായി. Across world they are supporting the banks. Banks, KPMG കണക്കുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ, മനസ്സിലായോ. So they are very crucial in that particular segment actually. മാർക്കറ്റ് ക്യാപ്പ് 849 കോടിയേ ഉള്ളൂ. സ്മോൾ ക്യാപ്പ് എന്ന് പറയാൻ പറ്റില്ല, മൈക്രോ ക്യാപ്പ് എന്ന് വേണം പറയാം. ആൻഡ് സ്റ്റോക്ക് PE ജസ്റ്റ് 10 ഉള്ളൂ ശരിക്കും. ഇൻഡസ്ട്രി PE 33 ആണ്. ഇൻഡസ്ട്രി PEയുടെ 3 ഉള്ളൂ സ്റ്റോക്ക് PE. ഡെപ്റ്റ് 81 കോടിയാണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.18 ആണ്. അപ് ടു 1 ഇറ്റ് ഈസ് പക്ക, നോ ഇഷ്യൂ. കറന്റ് പ്രൈസ് 370 ആണ്. ഹയസ്റ്റ് പ്രൈസ് ഹിറ്റ് ചെയ്ത 478 ആണ് ശരിക്കും. സോ ആൻഡ് കറന്റ് പ്രൈസ് എന്ന് പറയുന്നത് ബുക്ക് വാല്യൂന്റെ 2x വന്നിട്ടില്ല ശരിക്കും. ബുക്ക് വാല്യൂ 195 റുപ്പീസ് ഉണ്ട്. ശരി, കറന്റ് വാല്യൂ എന്ന് പറയുന്നത് 2x ആയിട്ടില്ല ശരി. മൂന്നാമത്തെ കമ്പനി വോൾട്ടാം ട്രാൻസ്ഫോർമേഴ്സസ്. ഇൻഡസ്ട്രിയൽ ട്രാൻസ്ഫോർമേഴ്സസ് ആണ് അവർ ചെയ്യുന്നത്. ആൻഡ് ദേ ആർ പൈനിയേഴ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഇൻഡസ്ട്രി. വോൾട്ടാമ്പിന്റെ പ്രൈസ് മൂവ്മെന്റ് നോക്ക്. ജാനുവരി 2022 2007 ആയിരുന്നു. അത് 3554 ഹിറ്റ് ചെയ്തു കഴിഞ്ഞ കൊല്ലം തന്നെ. 70-80% റിട്ടേൺ കൊടുത്തു കഴിഞ്ഞ ഹോൾ ഇയർ നോക്കാൻ നേരത്തെ ശരിക്കും. ആൻഡ് വോൾട്ടാമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർമലി H2 ദാറ്റ് മീൻസ് സെക്കൻഡ് ഹാഫ് ആണ് H1നെക്കാളും എപ്പോഴും പെർഫോം ചെയ്യുന്നത് ശരിക്കും ഈ കമ്പനിയുടെ. അതാണ് കഴിഞ്ഞ 3-4 കൊല്ലമായിട്ടുള്ള പാറ്റേൺ, മൂവ്മെന്റ് പാറ്റേൺ അങ്ങനെയാണ് ശരിക്കും. അതുകൊണ്ട് ഈ കൊല്ലം അങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമ്മൾ റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. കൊച്ചി കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് 2012 ഉള്ളൂ. സ്റ്റോക്ക് PE 17.5 ഉള്ളൂ. ഇൻഡസ്ട്രി PE എന്ന് പറയുന്നത് 35.5 ആണ്. ഇരട്ടിയാണ് ഇൻഡസ്ട്രി PE. അണ്ടർ വാല്യൂ സ്റ്റോക്ക് ആണ്. നെക്സ്റ്റ് കമ്പനി ഹോണ്ട. ഹോണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ വൺ ഓഫ് ദി മോസ്റ്റ് ട്രസ്റ്റഡ്, മോസ്റ്റ് വാലിഡ് ആയിട്ടുള്ള പേരാണ് അല്ലേ. ഇവിടെ നമ്മൾ ഹോണ്ട എന്ന് പറയുന്നത് ബേസിക്കലി ഹോണ്ടയുടെ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി ജനറേറ്റേഴ്സ്, ബ്രഷ് കട്ടേഴ്സ്, ടില്ലേഴ്സ്, വാട്ടർ പമ്പ്സ്, എഞ്ചിൻസ്, ഇതെല്ലാമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ ഈ കമ്പനിയുടെ റിയൽ പേര് എന്താണെന്ന് വെച്ചാൽ ഹോണ്ട ഇന്ത്യ പവർ പ്രൊഡക്ട്സ് എന്നുള്ളതാണ് ഈ കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള പേര്. കൃഷിയിലെ ഗ്രോത്ത് വരുമ്പോൾ നാച്ചുറലി ഗ്രോത്ത് വരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഹോണ്ട. അപ്പൊ നമുക്ക് ഹോണ്ടയുടെ ബേസിക്സിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ ജാനുവരി 3 1305 ആയിരുന്ന സ്റ്റോക്ക് 2918 ഹിറ്റ് ചെയ്തു ഈ കഴിഞ്ഞ ഡിസംബറിൽ. Q2 റിസൾട്ട് വന്ന Q3 അവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് 10 days 50% റിട്ടേൺ ആണ് കൊടുത്തത്. 10 ദിവസം 50% റിട്ടേൺ. ഈ കമ്പനിയുടെ ബാക്കിയുള്ള ഇൻപുട്സ് മാർക്കറ്റ് ക്യാപ്പ് 2990, സ്റ്റോക്ക് PE 25.4, ഇൻഡസ്ട്രി PE 35.5, അണ്ടർ വാല്യൂ സ്റ്റോക്ക് ആണ്.
See the ROCE 15.8. It has been performing beautifully in quarterly result and in P&L result. ശരിക്കും പറഞ്ഞാൽ പ്രൊമോട്ട് ഹോൾഡിംഗ് 66.7%. നോ പ്ലെഡ്ജ് പെർസെൻറ്റേജ്, നോ ഡെപ്റ്റ്, എക്സലന്റ് ROCE. ബുക്ക് വാല്യൂ 692 രൂപയാണ്. ബുക്ക് വാല്യൂ ഓൾമോസ്റ്റ് 3x ആണ് ശരിക്കും കറന്റ് പ്രൈസ് വന്നിരിക്കുന്നത്. ആൻഡ് എക്സലന്റ് ക്യാഷ് ഫ്ലോ. അടുത്ത കമ്പനിയാണ് മെഗാലാനി ക്ലൗഡ് എന്ന് പറയുന്ന കമ്പനി. ഇതും വൺ ഓഫ് ദി എന്താ പറയണ്ടേ, കഴിഞ്ഞ കൊല്ലം 7 times റിട്ടേൺ കൊടുത്ത കമ്പനിയാണ്. ദേ ആർ ഇൻ ടു IT ആൻഡ് ഡ്രോൺ സൊല്യൂഷൻസ്, റോബോട്ടിക് ഏരിയൽ സെക്യൂരിറ്റി. ഇതൊക്കെ നാളത്തെ ഫ്യൂച്ചർ തീംസ് ആണ്. നോക്ക് സ്റ്റോക്ക് മൊമെന്റ് കഴിഞ്ഞ ജാനുവരി 3-ാം തീയതി 2022 ജാനുവരി 3-ന് 74 രൂപയായിരുന്നു. അത് 2023 ജാൻ 2-ാം തീയതി 480 ആണ് ഹിറ്റ് ചെയ്തത്. എത്ര ടൈംസ് റിട്ടേൺ കൊടുത്തു? സംതിങ് അറൌണ്ട് ക്ലോസ് ടു 7 times റിട്ടേൺ. കൊച്ചു കമ്പനിയാണ്. 1314 മാർക്കറ്റ് ക്യാപ്പ്. സ്റ്റോക്ക് പി 29.7 ആണ്. ഇൻഡസ്ട്രി പി 32.9 ആണ്. ഇപ്പോഴും ഇൻഡസ്ട്രി പി കാട്ടിലും താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ROCE 23.2 ആൻഡ് ROE 45.7. ആക്ച്വലി ഇന്നത്തെ പല കമ്പനികളും പല ആൾക്കാരും കേട്ട് കാണത്തില്ല. പക്ഷെ ഇങ്ങനത്തെ കമ്പനികളെ കണ്ടെത്തുന്നതിലാണ് നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ ചലഞ്ച് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ചലഞ്ചിലെ നമ്മൾ എന്താ പറയണ്ടേ, ആ ട്രേഡിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബെസ്റ്റ് റിട്ടേൺ കിട്ടുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ദിസ് ഇസ് നോട്ട് എ റെക്കമെൻഡേഷൻ വീഡിയോ, ദിസ് ഇസ് ജസ്റ്റ് എ ലേണിംഗ് വീഡിയോ. ആ രീതിയിൽ മാത്രമേ എടുക്കാവുള്ളൂ. ജസ്റ്റ് ആ സ്റ്റോക്കുകളുടെ റിസൾട്ടിനെ നിങ്ങൾ വാച്ച് ചെയ്യുക. റിസൾട്ട് വെച്ച് റിസൾട്ടിൻ്റെ ബേസിൽ എങ്ങനെയാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുക, ഈ സ്റ്റോക്കുകൾ മൂവ് ചെയ്യുന്നുള്ളത് നിങ്ങൾ പഠിക്കുക. കാര്യം എന്ന് വെച്ചാൽ ലേണിംഗ് നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസും വലിയ വലിയ റിട്ടേൺസും നിങ്ങൾക്ക് സമ്മാനിക്കും. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.